ഇങ്ങനെ മോഡി വരും എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാരത്തിന്റെ കയ്യിലേക്ക് ഭരണം പോയിപ്പോകുമെന്ന് പേടിപ്പിച്ചുകൊണ്ട് മുസ്ലിം സഹോദരിമാരെ, പ്രത്യേകിച്ച് എന്റെ സഹോദരിമാരെ തിരിച്ചറിയണം, മുസ്ലിം സഹോദരി സഹോദരന്മാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുസ്ലിം വോട്ടുകൾ മുഴുവനും വാരിയെടുത്തുകൊണ്ട് കേരളത്തിന്റെ അധികാര കസേരയിലേക്ക് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരവസ്ഥയുണ്ട്. അഥവാ സംഘപരിവാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാർക്സിസ്റ്റ് പാർട്ടിയെ അധികാരത്തിലെത്തിയ ഇസ്ലാമിക സമൂഹത്തിന്റെ ഇപ്പോ ഒരു വികാരമുണ്ട്. അഥവാ അബൂജഹലിനെ പേടിച്ച് അബൂലഹബിന്റെ വീട്ടിലേക്ക് ഓടിക്കേറിയതുപോലെയാണ്. കാരണം രണ്ടിടത്തും തുല്യ പരിഗണന തന്നെയാണ്, രണ്ടുപേരും ഒരേപോലെ തന്നെയാണ് പരിഗണിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോ തങ്ങൾ സമുദായ സംരക്ഷകരാണ് എന്നതിന്റെ തെളിവുകൾ മുന്നിൽ നിർത്താൻ വേണ്ടി പൊതുവെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂലിപ്രാസംഗികമാർ പറയുന്ന ഒരു കഥയുണ്ട്. തങ്ങൾ സമുദായ സംരക്ഷകരായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാറുണ്ട്. പക്ഷേ എന്താണ് സത്യമെന്ന് നമ്മൾ തിരിച്ചറിയണം. 71 നടന്ന തലശ്ശേരി കലാപത്തെ പറ്റി കൃത്യമായ അന്വേഷണം നടത്താൻ ജസ്റ്റിസ് ജോസഫ് ഹിദയത്തിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ ഇവിടെ നിയമിക്കുകയുണ്ടായി. കൃത്യമായ അന്വേഷണം നടത്തി ചില നാളുകൾക്ക് മുമ്പ് അതിന്റെ കൃത്യമായ റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ നമുക്കെന്താണ് കാണാൻ സാധിക്കുന്നത്? 1971 ഡിസംബർ 25 തീയതി തലശ്ശേരി ടൗണിൽ ഒരു പ്രതിഷേധ യോഗം നടക്കുകയാണ്. ഒരു ടാക്സി ഡ്രൈവറെ ആരോ മർദ്ദിച്ചു എന്നതിന്റെ പേരിൽ ഒരു കൂട്ടം സഖാക്കളും സംഘികളും ചേർന്നിട്ട് ഒരു പ്രതിഷേധ യോഗം അവിടെ നടത്തുകയാണ്. ആ പ്രതിഷേധ യോഗത്തിൽ പല സഖാക്കളും പങ്കെടുത്തുകൊണ്ട് പ്രസംഗം നടത്തുമ്പോൾ പോലീസുകാരുടെയും അധികാരികളുടെയും മുന്നിൽ അവർ വിളിച്ചു പറഞ്ഞ വാക്കുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനായ ടാക്സി ഡ്രൈവറെ മർദ്ദിച്ചയാളെ നിങ്ങൾ ഇന്ന ദിവസങ്ങൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ തലശ്ശേരിയുടെ മണ്ണിൽ കലാപം പൊട്ടിപ്പുടരുക തന്നെ ചെയ്യും. ഇവിടെ കലാപമുണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ അന്ന് അവിടെ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. പിന്നെയും 1-2 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഡിസംബർ 28 തീയതി നാരങ്ങാപ്പുറം എന്ന് പറയുന്ന പ്രദേശത്തെ കലാശ ഘോഷയാത്ര നടത്തുകയാണ്. ആരാണ് ഈ ഘോഷയാത്രയുടെ സംഘാടകർ? നേരത്തെ പറഞ്ഞ പ്രതിഷേധ യോഗത്തിന് സംഘാടനം നിർവഹിച്ച അതേ സഖാക്കളുടെ നേതൃത്വത്തിൽ തന്നെയാണ് കലാശഘോഷയാത്ര നടത്തുന്നത്. പക്ഷേ ആ കൊല്ലത്തെ ഘോഷയാത്രയ്ക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നത്രേ. അന്ന് ആ ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി സഖാവ് മാടൻകോട് രഘു എന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ അവിടെയുണ്ടായിരുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടൊരു പ്രസംഗം നടത്തി. എന്നിട്ട് അയാൾ അവിടെ പറഞ്ഞത്, നമ്മുടെ ഘോഷയാത്ര നടക്കുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും നമ്മൾ ഇത്തവണ കൂട്ടുന്നില്ല. സാധാരണ സ്ത്രീകളും കുട്ടികളും അടക്കം പകൽ സമയത്താണ് കലാശഘോഷയാത്ര നടക്കുന്നതെങ്കിൽ 1971 ഡിസംബർ 28 തീയതി കലാശഘോഷയാത്ര നടത്തുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടുന്നില്ല. സാധാരണ പകൽ സമയത്താണ് ഇത് നടക്കുന്നതെങ്കിൽ അന്നത്തെ ദിവസം അത് രാത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ഒഴിവാക്കി തന്റെ മുന്നിൽ ഒന്നുകൂടിയിരിക്കുന്ന അക്രമികളെ നോക്കിയിട്ട് ആ സഖാവ് മാടൻകോട് രഘു എന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ ജനങ്ങളോട് ആഹ്വാനം നടത്തുകയുണ്ടായി, എന്തിനും തയ്യാറുള്ളവർ മാത്രം ഈ ഘോഷയാത്രയിൽ പങ്കെടുത്താലും മതി. എന്തിനും തയ്യാറുള്ളവർ മാത്രം ഈ ഘോഷയാത്രയിൽ പങ്കെടുത്താലും മതി. അങ്ങനെ ഘോഷയാത്ര നടക്കുകയും അവിടെയുള്ള ഓവി റോഡ് എന്ന പ്രദേശത്തോടുകൂടി യാത്ര കടന്നു പോകുമ്പോൾ തലശ്ശേരിയിൽ പോയാൽ പ്രസിദ്ധമായ നൂർജഹാൻ ഹോട്ടൽ എന്ന ഒരു ഹോട്ടലുണ്ട്. അതിന്റെ മുന്നിലേക്ക് പോകുന്നത് വരെയും വഴിയിൽ കണ്ട മുസ്ലിമുകളെയൊക്കെ തെറി പറഞ്ഞും അവരെ ആക്രമിച്ചും ഈ ഹോട്ടലിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ ആരോ ഹോട്ടലിനുള്ളിൽ നിന്നും തങ്ങളെ ചെരുപ്പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സഖാക്കൾ കലാപങ്ങൾ അടിച്ചുവിടുകയായിരുന്നു. കണ്ണിൽ കണ്ട മുസ്ലിമുകളെയെല്ലാം ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് അങ്ങോട്ട് കലാപങ്ങൾ നടന്നു. പക്ഷേ നാം കൃത്യമായി അറിയണം, ഒരാളെ പോലും സഖാക്കൾ കൊന്നുകളഞ്ഞില്ല. എല്ലാവർക്കും പരിക്കുകൾ ഉണ്ടാക്കി, എല്ലാവരെയും ആക്രമിച്ചു. ഇസ്ലാമിക സമൂഹത്തെ, മുസ്ലിം സമൂഹത്തെ സാമ്പത്തികമായി നശിപ്പിക്കുക എന്ന ഒരു കൃത്യമായ അജണ്ട വെച്ചുകൊണ്ടായിരുന്നു തലശ്ശേരി കലാപത്തിൽ അതേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭീകരവാദികൾ അഴിഞ്ഞാട്ടം നടത്തിയിരുന്നത്. 33 പള്ളികൾ തലശ്ശേരി കലാപത്തിൽ തകർക്കപ്പെട്ടു.
ഇപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ പറയുന്നത് കലാപമെന്ന് നടത്തിയിരുന്നത് സംഘപരിവാരും RSSുമായിരുന്നു എന്നാണ്. എന്നാൽ നാം അറിയണം, 33 പള്ളികൾ ആ കലാപത്തിൽ തകർക്കപ്പെട്ടപ്പോൾ അതിൽ 15 തകർക്കപ്പെട്ട പള്ളികൾ നിലനിന്നിരുന്ന സ്ഥലത്ത് അന്നൊരു പേരിന് പോലും ഒരു RSSകാരൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഏത് RSSകാരനാണ് ഈ പള്ളികൾ തകർത്തത്? 15 സ്ഥലങ്ങളിൽ പേരിന് പോലും ഒരു RSS ഉണ്ടായിരുന്നില്ല. അതൊക്കെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. ഈ 33 പള്ളികളും തകർത്തു. നമുക്ക് പിന്നെ 525 FIR റിപ്പോർട്ടാണ് വിധേയത്തിൽ കമ്മീഷൻ പൊതുജനത്തിന്റെ മുന്നിലേക്ക് വെച്ചത്. അതിൽ നമുക്ക് കാണാൻ കഴിയും, മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ തുടക്കം കുറിച്ച പിണറായി പാറപ്പുറത്തും ഒരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു. ഡിസംബർ 30 ആ മുസ്ലിം പള്ളി ആക്രമിക്കപ്പെടുകയുണ്ടായി. എവിടെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്? ഇസ്ലാമിക സമൂഹത്തിന്റെ സംരക്ഷണോത്തരവാദിത്വം മൊത്തത്തിൽ ഏർപ്പെടുന്ന, പള്ളിക്ക് വേണ്ടി ഷഹാദത്ത് വരിച്ച കുഞ്ഞിരാമന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങളാണെന്ന് മുസ്ലിമുകളോടൊപ്പം നിൽക്കുന്നവരെന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ പാർട്ടി ആദ്യമായി കേരളത്തിൽ കൊടികുത്തി വാണിരുന്ന പിണറായി പാറപ്പുറത്തുള്ള ഒരു പള്ളി ഡിസംബർ 30 തകർക്കപ്പെടുമ്പോൾ അന്നത്തെ ദിവസം തകർത്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ രണ്ടാമത്തെ ദിവസം 31 വന്ന് പൂർണ്ണമായ ആ പള്ളി തകർക്കുമ്പോൾ എന്തുകൊണ്ട് ആണത്തമുള്ള നട്ടല്ലിനുറപ്പുള്ള ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും ആ പള്ളി തകർക്കാൻ വന്നവരെ തടയാനുണ്ടായപ്പോൾ എന്താ അതിനൊരു കാരണം? അവസാനം അന്വേഷണമൊക്കെ നടന്നിട്ട് പ്രതികളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ നമുക്കറിയോ, സംഘപരിവാരം പൊളിച്ചു കളഞ്ഞു എന്ന് പറയുന്ന പള്ളികളുടെ ലിസ്റ്റിൽ ഈ പള്ളിയും എടുക്കുമ്പോ ആ തകർത്ത് കളഞ്ഞ കുറ്റവാളികളുടെ പേര് പുറത്തു വരുമ്പോ കേരളത്തിന്റെ ഇന്നത്തെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിന്റെ സഹോദരൻ പിണറായി കുമാരനും അതിലൊരു പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു അത്രേ. അയാളും ഒരു പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു അത്രേ. ഈ കള്ളക്കഥകൾ പറഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ സേവകരും സംരക്ഷകരുമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വിളിച്ചു പറയുന്നത്. നാം ഒന്നറിയണം, ഈ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന വ്യക്തി എന്നാണ് കൊല ചെയ്യപ്പെട്ടത്? തലശ്ശേരി കലാപം ഡിസംബർ 28 മുതൽ 31 വരെ 4 ദിവസം നീണ്ടുനിന്നു. കലാപമെല്ലാം ഒതുങ്ങി, അതിന്റെ അലയൊലികളെല്ലാം തീർന്ന് ജനുവരി 5 ആകുമ്പോ സഖാവ് കുഞ്ഞിരാമൻ കൊല ചെയ്യപ്പെടുകയാ. എവിടെ? പള്ളി മെഹ്റാബിൽ വെച്ചാണോ കൊല ചെയ്യപ്പെട്ടത്? പള്ളിയുടെ മുന്നിൽ വെച്ചാണോ കൊല ചെയ്യപ്പെട്ടത്? അല്ല, തൊട്ടടുത്തുള്ള ഒരു കള്ള് ഷാപ്പിൽ കള്ളു കുടിക്കാൻ വന്ന ആളുകൾ തമ്മിൽ അടിപിടി ഉണ്ടായി. ആ അടിപിടിയെല്ലാം തീർന്നു കഴിഞ്ഞപ്പോ സഖാവ് കുഞ്ഞിരാമനും ഷഹീദായി. പള്ളി സംരക്ഷിക്കാൻ വന്നതല്ല, കള്ളുകുടിക്കാൻ വന്നതിനിടയിൽ കൊല ചെയ്യപ്പെട്ടു പോയ ആളിനു പോലും ഷഹാദത്തിന്റെ വീരപരിവേഷം കൊടുത്തിട്ട് സമുദായത്തിന്റെ മൊത്തം സംരക്ഷകരായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ സമൂഹത്തിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്.